ഹലോ ഗൈസ്, ഇന്ന് ഹർഷേട്ടൻ എന്തൊരു ചലഞ്ച് ഉണ്ട് ഗൈസ്. അപ്പൊ രാത്രിത്തെ പരിപാടി കാണിക്കാൻ വേണ്ടി ഞാൻ വ്ളോഗ് തുടങ്ങി. അപ്പൊ ഹേ ഗായ്സ്, അപ്പൊ എന്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ്. അപ്പോ കുറെ നാളായിട്ട് വന്നിട്ട് ഇന്നിപ്പോ ഞാൻ എൻ്റെ നാട്ടിൽ തന്നെയുള്ള ഇതൊക്കെ എടുത്ത് കുട്ടപ്പനായിട്ടിട്ട് ഞാനപ്പോൾ ഇന്ന് നമ്മുടെ നാട്ടില് മായപ്പാട് നവരാത്രി അനുബന്ധിച്ചിട്ടുള്ള അമ്പലത്തിൽ പരിപാടി നടക്കുന്നുണ്ട്. അപ്പൊ ഇന്നാണ് ലാസ്റ്റ് ദിവസം. ഇത്ര ദിവസം എനിക്ക് എടുക്കാൻ പറ്റില്ല ഗൈസ്. എടുക്കാൻ പറ്റില്ല, എനിക്ക് അത് എടുക്കണം തോന്നിയില്ല. അപ്പൊ ഇന്ന് എനിക്ക് ലാസ്റ്റ് ദിവസമായിട്ട് എനിക്ക് എടുക്കണം തോന്നി. അതുകൊണ്ട് ഇന്ന് ഞാനിപ്പോൾ അമ്പലത്തിൽ പോവാണ് ഗൈസ്. അപ്പൊ നമുക്ക് അങ്ങോട്ട് ചലിക്കാം. ഓക്കെ ഗൈസ്. അപ്പൊ പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാലുണ്ടല്ലോ, എന്താ വെച്ചാൽ എന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ ഞാൻ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എക്സൈറ്റഡ് ആവും. മനസ്സിലായോ? നിങ്ങൾ കമന്റിലൊക്കെ എന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യും, അപ്പല്ലേ ഞാൻ വീഡിയോ ഇടും. ഓക്കെ ഗൈസ്, എന്തായാലും നമ്മൾ അങ്ങോട്ട് ഞാൻ നടന്നിട്ടാ പോട്. അവിടെ താഴൊക്കെ അപ്പു താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നടന്നിട്ട് പോട്ടെ. പയ്യ ഗൈസ്, ചെല്ലട്ടെ അങ്ങോട്ട്. ഇന്ന് നമ്മളെ മായ്പാടിയില് നവരാത്രി ഉത്സവത്തിന്റെ ലാസ്റ്റ് ദിവസമാണ്. അപ്പോ ഇന്ന് രാത്രി 10-10:30 ആകുമ്പോഴേക്ക് മഹാഗുരുതി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അപ്പൊ രാത്രിത്തെ പരിപാടി കാണിക്കാൻ വേണ്ടി ഞാൻ വ്ളോഗ് തുടങ്ങി. രാവിലെ തന്നെ പോകുന്നത്, രാവിലെ കഴിക്കാൻ വേണ്ടിട്ട്. രാത്രി ഫുഡില്ല, രാത്രി ചോറില്ല. അപ്പൊ അതിന് വേണ്ട ചോറ് തന്നങ്ങ് വെക്കാന്നല്ലേ. ഇന്നലെ 3 മണിക്ക് ചോറ് കിട്ടിയത്. അപ്പൊ അങ്ങോട്ട് പോണേ. ചളി അത് നിന്റെ വായിന്നല്ലേ? എന്ന് വേറെന്താ പൂജയില്ലേ? രാവിലെ എന്താ ചണ്ടിക്കുമ്പോ അത് ഇന്നലെ ഉണ്ട്. അപ്പൊ ഇന്നെന്തല്ലേ? നോർമൽ പൂജ. ഗൈസ്, എനിക്കെല്ലാം തെറ്റിപ്പോയി. ഈ പാലസിനൊരു 400 കൊല്ലത്തെ ഹിസ്റ്ററി ഉണ്ട് പറയുന്നെങ്കിൽ. 400 കൊല്ലം കൂടുതലാ ഹിസ്റ്ററി. പിന്നെ ഇപ്പൊ ഞാൻ അമ്പലത്തിൽ പോട്ടെ. മിത്ത്, റിയാലിറ്റി എന്തൊക്കെയുണ്ട്. ഇതാണ് നമ്മളെ പാലസ്. ഇത് പണ്ടത്തെ കൊട്ടാരാണ്, വടക്കേ കോലം എന്ന് പറയും. ഈടുത്തെ നമ്മളെ തലശ്ശേരി അല്ലേ? നീ ആരെന്റെ ഗൈഡാ? ഗൈഡ് പോലെ പറഞ്ഞു നടക്കുന്നത്. ഞാൻ പോയിട്ട് ഫുഡ് കഴിക്കട്ടെ. അമ്പലത്തിൽ പണ്ടത്തെ എന്റെ അച്ഛന്റെ അനിയത്തി ഏട്ടന്മാരൊക്കെ ഇവിടെ പണ്ട് തൊട്ട് ചെറുപ്പം തൊട്ട് ജോലി ചെയ്തിട്ട് വളർന്നു വന്നവരാണ്. അമ്പലത്തിൽ ഉള്ളിൽ പോയിട്ട് വരാം. ഞാൻ കണ്ണാട്ടിനോട് പ്രിപ്പറേഷനിലാണ്. അടുത്ത് പോ. എന്ത് സംഭവം കണ്ണടം പറഞ്ഞു ണെങ്കിൽ 4 അഭിപ്രായം പറയണോ? നിന്നെ കുറിച്ചിട്ടല്ല, പരിപാടിനെ കുറിച്ച്. ഇതൊരു നല്ലൊരു പരിപാടിയാണ്. നല്ല പാങ്ങുണ്ട്. കളിക്കാരാണ് ഞങ്ങൾ വരുന്നത്. പിന്നെ ഞങ്ങൾക്ക് ബ്രൗണി മനസ്സിലാൻ പറയണം. നിങ്ങൾ കമന്റ് ഇടൂ. സബ്സ്ക്രൈബ് ആക്കാൻ പറ. ലൈക്ക് ചെയ്യണം. ഓക്കെ, ടാറ്റ പറ. ഞാൻ തിരിച്ചൊരു ചാലഞ്ച് കൊടുക്കാൻ പോകുന്നു. ഇങ്ങനെ പിടിച്ചോണ്ട് ബ്ലോഗ് എടുത്തോണ്ടാ കണ്ണാട്ടിനെ കാണിച്ചു കൊടുക്കണം. അവിടെ പണി എടുക്കുന്നല്ല കാണിച്ചു കൊടുക്കണം. പിടി അതിന്റെ നിന്നെ കാണുന്ന. ഹലോ ഗൈസ്, ഇത് ഞാൻ ബ്ലോഗ് എടുക്കുന്ന ഹർഷേട്ടൻ ബർത്ത്ഡേ. ഇത് ഇങ്ങനെ ചെരിച്ചു പിടിക്കണം, ഇങ്ങനെ പിടിക്കും. ഇന്ന് ഹർഷേട്ടൻ ബർത്ത്ഡേ. ഫുള്ള് ഞാൻ എല്ലാവരും കാണിച്ചരാ എല്ലാം. നേരത്തെ പാളിപ്പോയി, ഒന്നുകൂടി പോട്ടെ. ഹലോ ഗൈസ്, ഇന്ന് ഹർഷേട്ടൻ എന്തൊരു ചലഞ്ച് ഉണ്ട്. അത് ചെയ്യണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. നമുക്ക് നോക്കാം. ആരെ കണ്ണാട്ട കാണിക്കണം. പണിയെടുക്കുന്നുണ്ടല്ലോ, എന്തിനാണ് പറഞ്ഞു കിട്ടുന്നെ. ഹലോ ഗൈസ്, കണ്ണാട്ട ഫുള്ള് പണി. കൂട്ടാട്ട കത്തിയെല്ലാം കാണിച്ചിട്ട് പേടിപ്പിക്കുന്നുണ്ട് എന്നെ. ഗൈസ്, ഇന്ന് ഇവിടെ ഭയങ്കര പരിപാടിയെല്ലാം ഉണ്ട് നൈറ്റ്. അതുകൊണ്ട് എല്ലാരും ഭയങ്കര പണിയിലെല്ലാം ഉണ്ട്. അങ്ങനെ നമ്മളെ ദീപക്കിനെ കിട്ടിയിട്ടുണ്ട്. ദീപക്ക് ഇതിനെ കുറിച്ച് എന്ത് പരിപാടിനെ കുറിച്ച്
പറ നീ അങ്ങോട്ട് അക്ലോംബിഷ്ഡ് ചലഞ്ച് എന്ത് പറയുന്നു? ചലഞ്ച് വ്ലോഗ് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറയുന്ന പോലെ എന്തല്ല, നല്ല പണിയുണ്ട് ബ്ലോഗെല്ലാം. അപ്പൊ എന്തായാലും ചലഞ്ച് പറ്റിയ സംഭവമാണ് എന്ത് വ്ലോഗ് ഉദ്ദേശിച്ചത്. അതെ, വീട്ടില് ഒരു പണിയില്ലാതെ അതൊക്കെ കിടന്നവർക്ക് തിന്നുന്നവർക്ക് പറ്റിയ പണിയാണ്. അപ്പൊ എനിക്ക് നല്ല പറ്റിയ പണി ഗൈസ്. അപ്പൊ ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്യട്ടെ, ഫുഡ് കഴിക്കട്ടെ ഗൈസ്. ഏത് കഫേലറാ ഫുഡ് കഴിക്കുന്നത്? അമ്പലത്തില്. ബൈ. ഞാൻ ഉണ്ടാക്കിയ പുതിയ ടൂളാണ് ഗൈസ്. എനിക്ക് പോവാൻ പറ്റാത്തടത്ത് ഇവൻ പോയിട്ട് വീഡിയോ എടുത്തിട്ട് വരും. എനിക്ക് മടിയാവല്ലേ, പോയിക്കോളും. വേഗം അടുത്ത് പോണേ കീർത്തപ്പൻ്റെ അടുത്ത് പോയി. ഇങ്ങനെ പിടിച്ചോ. അപ്പൊ കീർത്തപ്പൻ ആടുണ്ട് ഗൈസ്. കീർത്തപ്പൻ എന്തെങ്കിലും പറ പരിപാടിയെ കുറിച്ച് എന്തും പറ. പരിപാടി നല്ല സെറ്റ്, ചോറിന്റെ സെറ്റപ്പില് കുറച്ച് ബിസിയാണ്. ഞാൻ വൈകിട്ട് വരുന്നതാണ്. പായസം വളമ്പുന്ന കീർത്തപ്പൻ ഹാൻഡ് ഓവർ ചെയ്യും. നമ്മളെ കീർത്തപ്പൻ പായസം വളമ്പുന്ന പിന്നെ ഗൈസ് കൊറേ ആളുണ്ട്. നോക്കോ ഗൈസ്, നോക്കതാ കൊറേ ആള്. ഇവന് വ്ലോഗ് എടുക്കാൻ അറിയില്ലടാ പിന്നെ ഒരാളെ കിട്ടിയിട്ടുണ്ട്. രവേട്ട പരിപാടിനെ കുറിച്ച് ഒന്നും പറയും. അടിപൊളിയായിട്ട് നടക്കുന്നു. ആൾക്കാരെല്ലാം കുറേയുണ്ട്. അന്നപ്രസാദം പൂജ എല്ലാം ഓക്കെ. ഫുള്ള് ആൾക്കാർ എന്തോ പരിപാടിയിലുണ്ട് ഗൈസ്. കണ്ടിട്ട് ഭയങ്കര പരിപാടി. ഇത് നമ്മള് ജിഷ നവരാത്രിനെ കുറിച്ച് ഒന്നും പറ ജിഷ. മലയാളത്തിൽ പറയണേ. പുതിയ ആളെല്ലാം നാട്ടിലേക്ക് മുന്നോട്ട് ഒരു ഹായ് പറ. ഹായ് നോക്ക് ബ്ലോഗർ ഇസ് ഹിയർ. ഞാൻ പണിയെടുക്കുന്നില്ല. ലൈക്ക് അധികം തരണം നിങ്ങൾ. ഓണേടലെത്തി എനിക്കറിയില്ല ഗൈസ്. എന്തെല്ലാം തിരിച്ചു കിട്ടി ഇത് ഈ സാധനത്തിന്റെ ഹലോ ഗൈസ്. അപ്പൊ ഞാൻ ഫുഡ് കഴിക്കാൻ പോട്ടെ. കടയിൽ എല്ലാരും കാണിച്ചു തോന്നുന്നു. ഇതിപ്പോ എറണാകുളത്തല്ലോ പഠിക്കുന്നത്. എന്ത് എറണാകുളം ടീംസ്. ബൈ ഗൈസ്. പണിയെടുക്കും. ഭയങ്കര വലിയ ലൈന് ഫുഡ് കഴിക്കാൻ. ന്യൂ ബ്ലോഗർ കമ്മിങ് ഫ്രം മൈ പടി. കിട്ടുന്ന റീച്ചിന് എത്ര പോലും കിട്ടില്ല. ഇവൻ ബ്ലോഗ് എടുത്ത് 4K വ്യൂസ് തരും. ഞാൻ ശ്രീദേവി കോളേജിൽ ഫുൾ ഇടും. 4K വ്യൂസ് കിട്ടുമല്ലോ കാണാൻ. ഒന്നുകൂടി പറ. 4K. ഓക്കെ, എനിക്ക് കഴിക്കാൻ പോകുമ്പോ ബെയ്ച്ചാണ് ബെയ്ക്കുന്നതിന്റെ വീഡിയോ എടുക്കണം നല്ല ഓർക്കുന്നത്. ഇപ്പൊ ഇനിയപ്പോ കൈ കഴുകിട്ട് വരാം. രാവിലത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു. നമുക്കിനി രാത്രി വരാം. അതുവരെ ടിൽ ദെൻ ബൈ. രാത്രി വരാം ഗൈസ്. ഹേ ഗൈസ്, അപ്പൊ രാത്രിയായി. ഞാൻ നേരത്തെ ഉച്ചക്ക് ഫുഡ് കഴിച്ചിട്ട് പോയതാണ് ഗൈസ്. ഞാനിപ്പോ നേരെ അമ്പലത്തിൽ പോയിട്ട് രാത്രിത്തെ പരിപാടി കാണിച്ചു തരാം. രാത്രി ഗുരുതി പൂജയുണ്ട്. അല്ലടാ, ഗുരുതി പൂജ അല്ലടാ. അത് തന്നെ, ഗുരുതി പൂജയായിട്ട് ആകെ കാണിച്ചു തരാം ഗൈസ്. അപ്പൊ ഞാൻ അങ്ങോട്ട് പോട്ടെ. ഓക്കെ, വരാം. പൂജ തുടങ്ങിയിട്ടില്ല ഗൈസ്. നമ്മളിവിടെ കഥ പറഞ്ഞിരിക്കുക. എന്റെ വ്ളോഗിങ് ടൂൾ ഉണ്ട് ഇവിടെ. മനിയ പേരിട്ട വ്ളോഗ് തവള തിച്ചു. അപ്പൊ ഗൈസ്, പൂജ തുടങ്ങാനാവുമ്പോ ഞാൻ വരാം. അല്ലെ പൂ ഇരുട്ടായല്ലോ. ഓക്കെ ഗൈസ്, ഇപ്പൊ വരാം. വെട്ടും അവതാരം.
അങ്ങനെ ചടങ്ങ് കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്തത് ഉള്ളിലൊരു പൂജയും അകത്തൊരു പൂജയും പിന്നെ പടക്കം, ചെറിയൊരു പടക്കം. ഈ ചെറിയ പടക്കം കൂടി കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോകുന്നതാണ്. ബെടി ഉള്ളിലത്തെ പൂജ എങ്ങനെയുണ്ട്? അതിനെ കുറിച്ച് ഞങ്ങൾക്ക് എന്താ പറയാനുള്ള, എനിക്ക് അതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നുമില്ല. കണ്ടു ആസ്വദിച്ചു. വെടി പൊട്ടിക്കാൻ പോകണേ. ഞാൻ ഇവിടെ ഇരുന്ന് കാണും, ഞാൻ ഇവിടുന്ന് അനങ്ങൂല. ജീവനോടെ ബാക്കിയുണ്ട് ഗൈസ്. അവസാനത്തെ ഡയലോഗ് ഞാൻ പറയാം. ജിയോ സാബറ ജീവിതല്ലേ പറഞ്ഞേട്ടോ, ജിയോ പറഞ്ഞേട്ടോ എന്ത് എല്ലാരും കഴിക്കുവിൻ. ഗൈസ്, അപ്പൊ പരിപാടിയെല്ലാം കഴിഞ്ഞു. എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്കറിയില്ല. ചേത്തോട്ടാ പറയൂ. ചേത്തോട്ടാ പെട്ടെന്ന് ഇങ്ങനെ വന്ന് ചോദിച്ചാൽ ഞാൻ എന്തെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ. നവരാത്രി നമുക്ക് തീർന്നു. ഇന്നത്തേക്ക് നവരാത്രിയുടെ ലാസ്റ്റ് ദിവസമായിരുന്നു. പൂജയും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് അവിടെ വാഴയും വെട്ടി. അങ്ങനെ ആ വാഴ വെട്ടുന്നതോടെ മനസ്സിലാക്കണം പൂജയും തീർന്നു. ദാറ്റ്സ് ഓൾ ഗൈസ്. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ ഗൈസ്, ബൈ. പോട്ടെ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വ്ളോഗ് ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു ഗൈസ്. അടുത്തൊരു വ്ളോഗുമായി വരുന്നവരെ ബൈ ബൈ.